2018 2019 കാലഘട്ടത്തിൽ ഞാൻ കേരള പ്രദേശ് BJPയുടെ അധ്യക്ഷനായിരുന്നു. അക്കാലത്താണ് 2018 സെപ്റ്റംബർ മാസം 28-ാം തീയതി സ്ത്രീ പ്രവേശനം സംബന്ധിച്ചുള്ള സുപ്രീം കോടതിയുടെ വിധി വന്നത്. അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെറുകയിൽ പതിച്ച ഇടുത്തിയായിരുന്നു. കാരണം സ്ത്രീകൾ കടക്കാമെന്ന് സുപ്രീം കോടതി അങ്ങൊരു വിധി വന്നു. ഏതായാലും അതിപ്പോൾ 9 ബെഞ്ചിന് റെഫർ ചെയ്തിട്ട് പുതിയ പ്രതീക്ഷയോടെ അതിനെ സംബന്ധിച്ച് പുതിയൊരു വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ എൻ്റെ പുസ്തകം വിവാദമാക്കേണ്ട ഒരു കാര്യവുമില്ല. വസ്തുതകളെല്ലാം ഞാൻ ശേഖരിച്ച് ഇപ്പോഴത്തെ ഈ സ്വർണത്തിൻ്റെ ആരോപണത്തോട് ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കിയ പുസ്തകമാണ്. അതിപ്പോൾ കോഴിക്കോട്ടെ പൂർണ്ണ പബ്ലിക്കേഷനാണ് അത് പുറത്തിറക്കിയത്. ഇന്നലെ അത് എറണാകുളത്ത് വെച്ച് റിലീസ് ചെയ്യപ്പെട്ടു. അതിനെ തുടർന്ന് 2 മുന്നണികളിലും പെട്ടവർ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. പലതും സത്യവിരുദ്ധമാണ്, പലതും പ്രകോപനകരമാണ്, വിശ്വാസികളെ വെല്ലുവിളിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. CPMൻ്റെയും ഇന്നലെ CPIയുടെയും ഇന്ന് CPMൻ്റെയും സംസ്ഥാന സെക്രട്ടറിമാർ സ്വീകരിച്ച നിലപാട് അത്യന്തം പ്രകോപനപരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. തന്ത്രിയെ ജാമ്യം നൽകി വിട്ടയച്ചു. 91 പേജുള്ള ഒരു ജാമ്യം അനുവദിക്കുന്ന ഇത്രയും വലിപ്പത്തിലുള്ള ഇത്രയും കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച ഒരു ജഡ്ജ്മെൻറ്റ്, സാധാ ജഡ്ജ്മെൻറ്റ്, അതിൻ്റെ ഓർഡർ എന്നാണ് പറയുക, ജഡ്ജ്മെൻറ്റ് പറയില്ല, ഓർഡർ അപൂർവമാണ്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. അവസാനം അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ, ദർ ഇസ് നോ അയോട്ട ഓഫ് എവിഡൻസ് അഗൻസ്റ്റ് ഹിം. അപ്പോൾ അതിനർത്ഥം ഒരു ശകലം, അതിനൊരല്പം പോലും, ശകലങ്ങൾ പോലും ഇല്ലാത്ത എവിഡൻസ്, ഒരു പോയിൻറ്റിലും ഒരു സൂചന പോലും ഇല്ലാത്ത എവിഡൻസ് എന്നാണല്ലോ ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കിന് ഞാനത് വായിച്ചുകൊണ്ടാണ് അയോട്ട ഓഫ് എവിഡൻസ് പറഞ്ഞു. ശരിയാണ്, ശബരിമല വ്രതം 41 ദിവസമാണ്. 41ാമത്തെ ദിവസത്തിലാണ് സാധാരണ വ്രതം 1-ാം തീയതി വൃശ്ചികം 1 തുടങ്ങും, 41-നാണ് അത് അവസാനിക്കുന്നത്. അതിൽ അദ്ദേഹം 41ാം ദിവസമായപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് 41ാം ദിവസം പോരാൻ സാധിച്ചു. ഞാനാണ് അദ്ദേഹത്തെ ആദ്യമായി സന്ദർശിച്ച രാഷ്ട്രീയ നേതാവ്. എനിക്കൊരു കടപ്പാട് കൂടിയിട്ട് അദ്ദേഹത്തോട്. ആ കടപ്പാട് ഈ പുസ്തകത്തിലെ ഒരു ചാപ്റ്റർ അതാണ്. ആ ചാപ്റ്റർ ഞാൻ മനസ്സിലാക്കുന്നു അതിനോടുള്ള പ്രതിഷേധമാണ്. അന്ന് അവരാഗ്രഹിച്ചത് ഇപ്പം നടപ്പാക്കുകയാണ് ചെയ്യുന്നത്, സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും ആളുകളെ റിമാൻഡ് ചെയ്ത, റിമാൻഡ് ഓർഡർ എഴുതിയ, ജാമ്യം നിഷേധിച്ച അതേ ന്യായാധിപൻ ഇതെല്ലാം പരിഗണിച്ച ശേഷം ദർ ഇസ് നോ അയോട്ട ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ നിയമത്തിനോട് ബന്ധപ്പെട്ടവർക്കറിയാം, അങ്ങനൊരു കോടതി പറഞ്ഞാൽ അതിനപ്പുറം എന്താ പറയേണ്ടതായിട്ടുള്ളത്. അതിനെ ഇന്നലെ CPIയും ബിനോയ് വിശ്വവും ഇന്ന് ഗോവിന്ദൻ മാഷും നടത്തിയിട്ടുള്ള, അയാൾ കൊടും കുറ്റവാളിയാണെന്നുള്ള അർത്ഥത്തിലാണ് ഇന്ന് ഒരാൾ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരാൾ ചോദിച്ചു, ശ്രീധരൻപിള്ള ഉപദേശം കൊടുത്തു, അപ്പോൾ ദൈവത്തിന് മുകളിലാണോ എന്ന് ബിനോയ് വിശ്വം ഇന്നലെ ചോദിച്ചു. അപ്പം ഞാൻ ദൈവത്തിന് മുകളിലല്ല, എന്ന് ദൈവദാസനാണ്. ഞാൻ ഒരിക്കലും ദൈവത്തിൻ്റെ മുകളിലായിട്ട് നിന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നയിച്ച സമരം അന്ന് പല ഘട്ടങ്ങളിലും സർക്കാരിനെ പരാജയപ്പെടുത്താനായിട്ട് സാധിച്ചത്. ഇതിൽ ശബരിമല നട അടച്ചിടാൻ അഡ്വക്കേറ്റ് PS തന്ത്രിക്ക് നൽകിയ ഉപദേശം കോടതിയെ ലക്ഷ്യമല്ല എന്നൊരു ചാപ്റ്ററുണ്ട്. എൻ്റെ കയ്യിൽ 10-20 പുസ്തകമേ ഉള്ളൂ, അതിവിടെ തരാം, എല്ലാവരും വായിക്കുമായിരിക്കും, വായിക്കേണ്ടവർക്ക് വായിക്കാം. തന്ത്രി അന്നെടുത്ത ഒരു നിലപാട് കൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ഗൂഢശ്രമത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ സാധിച്ചത്. കാരണം 2 സ്ത്രീകളെ, രഹന ഫാത്തിമയെയും കവിത മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരെയും വരുന്നു. ഈ വിധി വന്ന ഉടനെ തന്നെ ഞങ്ങൾ നടപ്പാക്കും. വായിക്കാൻ പോലും നിന്നില്ല. ഈ പുസ്തകത്തിൻ്റെ 6-ാമത്തെ 7-ാമത്തെ പേജിലുണ്ട് ഓരോരുത്തരും കമൻ്റ് എന്തായിരുന്നു എന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കമൻ്റ് എന്തായിരുന്നു, CPMൻ്റെ കമൻ്റ് എന്തായിരുന്നു എന്നുള്ളത് ഞാനതിലേക്ക് വായിക്കാനൊന്നും സമയമെടുക്കുന്നില്ല. ബ്രീഫായിട്ട് നിങ്ങളെ ഒന്ന് കാണണം എന്നുള്ളതുകൊണ്ട് ഞായറാഴ്ച ദിവസം ഇത് പറയാനിടയായതാണ്.
രൺദീപ് സുർജേവാല, കോൺഗ്രസ് മുഖ്യ വക്താവ്, ഓൾ ഇന്ത്യ. പുരോഗമനപരമായ വിധിയെ സ്വാഗതം ചെയ്യുന്നു. ലിംഗസമത്വത്തിന് വഴിയൊരുക്കുന്നതും സ്ത്രീകളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതുമായ തീരുമാനമാണിത്. ലിംഗപരമായ വിവേചനം എത്ര വലിയ വിശ്വാസമായാലും വിശ്വാസപരമായ കാര്യങ്ങൾ പാടില്ല, അതെത്ര പവിത്രപരമായ കാര്യമാണെങ്കിലും. ഇത് ഞാൻ UDF-നോട് ചോദിക്കുന്നു, രമേശ് ചെന്നിത്തലയോടും സതീശനോടും ഞാൻ ചോദിക്കുന്നു. നിങ്ങൾക്ക് ഇതിന് ഉത്തരം പറയാൻ പറയുക. ഇത് AICCയുടെ അന്നത്തെ പ്രസ്താവനയാണ്. ഞാൻ മലയാള മനോരമ മാതൃഭൂമി എൻ്റെ പേപ്പറിൻ്റെ തൊട്ട് പിറ്റേ ദിവസം 29-ാം തീയതിയിൽ പത്രം ഇതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എപ്പോഴെങ്കിലും മാറിയിട്ടുണ്ടോ? രമേശ് ചെന്നിത്തല 4 ദിവസം കഴിഞ്ഞപ്പോൾ, കൃത്യമായ ഡേറ്റ് സഹിതം ഞാൻ പറയാം, അദ്ദേഹത്തോട് ചോദിക്കാൻ വേണ്ടിയിട്ട്, 5-ാം തീയതി പറഞ്ഞു ഞങ്ങൾ സമരത്തിനിറങ്ങും, വിശ്വാസികളുടെ വിശ്വാസത്തെ ഇത് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു. 5-ാം തീയതി പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ സമരത്തിന് 150 പേരെ പോലും കിട്ടാത്ത ഗതികേടുണ്ടായി. അതുകൊണ്ടാവാം ഇനിയുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. 8-ാം തീയതി കോൺഗ്രസ് പാർട്ടിയുടെ നേതൃയോഗം ചേർന്ന് ഇനി ഒരാൾ പോലും കോൺഗ്രസ് ഈ സമരത്തിൽ പങ്കെടുക്കില്ല, ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം അതിന് പിന്തുണയില്ല എന്ന് പ്രഖ്യാപിച്ചത് ഈ പുസ്തകത്തിൻ്റെ 2ാമത്തെ ആദ്യകാല നാൾവഴികൾ എന്നുള്ളതിലുണ്ട്. ആ നാൾവഴികളിൽ 8/10/2019 8/10 കോൺഗ്രസ് സമരത്തിനില്ലെന്ന് പ്രസ്താവിച്ചു. അവർ സമരരംഗത്ത് നിന്ന് പിന്മാറി. കോൺഗ്രസ് യോഗമാണ് ഇത് തീരുമാനിച്ചത്. എന്തു പറയുന്നു രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ഇപ്പോൾ യാത്ര നടത്തുന്ന യാത്രാമധ്യേ എല്ലാം ജനങ്ങളോട് പറയുന്ന ഒരാളിനോട് ഞാൻ ആവശ്യപ്പെടുന്നു, മറുപടി പറയണം. 8/10 കോൺഗ്രസിൻ്റെ നേതൃയോഗ തീരുമാനം 2 കൊല്ലക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വെബിൽ ശബരിമല സ്ത്രീകൾ കടക്കട്ടെ എന്ന് പറഞ്ഞ ഞങ്ങളൊക്കെ അതിനെ എതിർത്തൊക്കെ ഉണ്ട്. ഞാനത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പഴയ കാര്യമായതുകൊണ്ട്. ഇന്നിപ്പോൾ അവരാണ് അതിൻ്റെ വലിയ ആളുകളായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്.